ഡ്രഗ്സിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ലൂക്ക മൈക്കിളിനെ കണ്ടെത്തി കാണുമോ? ആലിയയ്ക്കും മെഹുലിനും ഡ്രാക്കോ നെക്സസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിരിക്കുമോ? കാണാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ. പെട്ടെന്നാവട്ടെ, നമുക്കിതെല്ലാം ഓൺബോർഡ് ചെയ്യണം ബിഫോർ എനിവൺ നോട്ടീസസ്. എനിക്ക് തോന്നുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇവിടം ഭയങ്കര സൈലന്റ് ആണല്ലോ. ഫ്രീസ്, ആനങ്ങരുത്. ആരാ നിങ്ങൾ? ധൈര്യമുണ്ടെങ്കിൽ തോക്കില്ലാതെ മുന്നോട്ട് വാ. ഓ നോ, ഡ്രഗ്സ് വീണല്ലോ. എങ്ങനെ ഇവരിൽ നിന്ന് രക്ഷപ്പെടും? ആരാണിവർ? ഇവിടെ നിന്ന് ഓടുന്നതാ ഇപ്പോ നല്ലത്. എന്തുപറ്റി? ഡ്രഗ്സ് അവിടെ. മിഷൻ ഫെയിലായി. അവൻ മിസ്സിംഗ് ആണ്. അവൻ ആരാണ്? നമ്മുടെ പ്ലാൻ അവർക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയില്ല. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. ഡ്രഗ്സിനെ എത്രയും വേഗം കണ്ടെത്തണം. ഇയാളെ കണ്ടിട്ട് വളരെ ഷാർപ്പാണെന്ന് തോന്നുന്നു. ആരായിരിക്കും ഇത്? നോക്കാം ഇയാൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. ലൂക്ക പതുങ്ങി പതുങ്ങി അയാളെ പിന്തുടരുവാൻ തുടങ്ങുന്നു. ആരായിരിക്കും അയാൾ? അയാൾക്കും സംശയം തോന്നി തുടങ്ങിയിരുന്നു. അയാൾ പലതവണ തിരിഞ്ഞു നോക്കുന്നു. പക്ഷേ ലൂക്കയുടെ സിക്സ്ത് സെൻസ് സ്ട്രോങ് ആയിരുന്നു. അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മറഞ്ഞാണ് നടന്നത്. നീ എവിടെ വരെ പോകും? എന്റെ കൺമുന്നിൽ നിന്ന് നിനക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ആ മനുഷ്യൻ ഒരു പഴയ വീടിനുള്ളിലേക്ക് കയറുന്നു. ലൂക്കായും അയാളുടെ പിന്നാലെ ആ വീട്ടിനുള്ളിലേക്ക് കയറുന്നു. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. ആർക്കും എന്നെ തടയുവാനാവില്ല. ആരാണോ എന്നെ ഇവിടെ കെട്ടിയിട്ടത്? വീടില്ല ഞാൻ അവനെ. കൊല്ലും ഞാൻ അവനെ. ഈ ചങ്ങലയ്ക്ക് എന്നെ ഒരുപാട് നേരം തടയുവാനാവില്ല. രക്ഷപ്പെടും ഞാൻ ഇവിടെ നിന്ന്. മാർക്കോയുടെ ടീമിനെ ആരാണ് അറ്റാക്ക് ചെയ്തത്? ഇതറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ആ സിഗ്നൽ ട്രാക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഇൻഫർമേഷൻ നൽകിയവരുടെ സിഗ്നൽ സിറ്റിക്ക് പുറത്തുള്ള ഏതോ വെയർഹൌസിൽ നിന്നാണ് വന്നത്. ആലിയ, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ ലഭിക്കാതിരിക്കില്ല. പെട്ടെന്ന് വെയർഹൌസിലേക്ക് പോകാം. മാർക്കോയ്ക്ക് ഇപ്പോൾ എന്നെ നല്ല വിശ്വാസമാണ്. ഡ്രഗ്സ് ഇവിടെയില്ല. നമുക്ക് ഗൺ പൗഡർ കടത്തുവാൻ എളുപ്പവുമാണ്. മെഹന്തി ഷേഖ് മാർക്കോയെ ചതിക്കുകയാണോ? അവൻ ആർക്കാണ് ഇൻഫർമേഷൻ നൽകുന്നത്? കുറച്ചു സമയം കഴിഞ്ഞ് തോക്കുകളുമായി ചിലർ ഐലൻഡിലെത്തുന്നു. പുറത്തുനിന്നും ശബ്ദം കേൾക്കുന്നല്ലോ. വരൂ, നമുക്ക് പോയി നോക്കാം. രണ്ടുപേരും പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നതും ഇരുവർക്കും നേരെ ഫയറിംഗ് തുടങ്ങുന്നു. മെഹന്തി ഷേഖ് വെടികൊണ്ടതായി അഭിനയിച്ച് താഴേക്ക് വീഴുന്നു. ഒരു ബുള്ളറ്റ് ജാങ്കോയ്ക്ക് കൊള്ളുന്നു. അവരും വീഴുന്നു. അവർ എല്ലാ സാധനങ്ങളും എടുത്ത് ഐലൻഡിൽ നിന്ന് പോകുന്നു. മെഹന്തി ഷേഖ് മാർക്കോയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ടതും മാർക്കോയ്ക്ക് നന്നായി ദേഷ്യം വരുന്നു. വീണ്ടും തോൽവി? ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഉറപ്പായും നമ്മുടെ ആളുകൾ ആരോ പിന്നിലുണ്ട്. വിവരങ്ങളെല്ലാം അവരെ അറിയിക്കുന്നു. അവനെ കണ്ടുപിടിക്കണം. വിടില്ല ഞാൻ അവനെ. പക്ഷെ ആദ്യം ഈ ലോകം അറിയണം മാർക്കോ എത്ര ശക്തിശാലിയാണെന്ന്. നമ്മൾ US ഒരു അറ്റാക്ക് കൂടി നടത്തും. നീ ജാങ്കോയെ നോക്കിക്കൊള്ളൂ. ബോസ്, പ്ലാൻ എന്താണ്? എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഈ സ്ഥലം അത്ര ശരിയല്ല. ആദി, ചിലപ്പോൾ നിനക്ക് ഞങ്ങളെ സഹായിക്കുവാനാകും. ചെക്ക് ചെയ്യൂ ബിൽഡിംഗിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ലോജിക്കൽ ആർമി. ആദി തന്റെ റൂമിലാണ്. മെഹുലിന് എന്തുകൊണ്ടാവും തോന്നിയത് ആദിക്ക് തങ്ങളെ സഹായിക്കുവാൻ സാധിക്കുമെന്ന്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. വെയർഹൌസിൽ CCTV ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട്. ആദിക്ക് അത് ഹാക്ക് ചെയ്ത് നിരീക്ഷിക്കുവാൻ സാധിക്കും. ഗോട്ട് ഇറ്റ് മെഹുൽ സർ. CCTV ഹാക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ആലിയ, നിനക്ക് വല്ലാതെ വിശക്കുന്നുണ്ടല്ലോ. ചേടാ, ഇവൻ ഇതെങ്ങനെ മനസ്സിലായി? മെഹുൽ സർ, CCTV പുറത്തേക്ക് മാത്രമാണ് പോയിന്റ് ചെയ്യുന്നത്. അത് റൊട്ടേറ്റ് ആയാൽ മാത്രമേ ഉൾഭാഗം കാണുവാൻ സാധിക്കൂ.
ഹെയ്യ. കൊള്ളാം ആലിയ, നീ ഇതെന്ത് മാജിക്കാ ചെയ്തത്? CCTV റൊട്ടേറ്റ് ആയിരിക്കുന്നു. കൊള്ളാം ആലിയ. ഇവർ ഉറപ്പായും വലിയ ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. വരൂ, നമുക്ക് അകത്ത് പോയി നോക്കാം. കെയർഫുൾ ആയിരിക്കണം, എന്തും സംഭവിക്കാം. മെഹുൽ സർ, വേഗം ഇങ്ങോട്ടേക്ക് വരൂ. ഇവിടെ എന്തോ ഉണ്ട്, ഒരു മാപ്പ്. ഓ നോ, ഇവിടെ സിലിക്കൺ വാലി ഒരു ബാങ്കും പിന്നെ മ്യൂസിയവും മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ മാപ്പും ക്രോസ് മാർക്കും നോക്കി മെഹുൽ ഷോക്ക് ആകുന്നു. എന്ത് കണ്ടിട്ടാവും ലോജിക്കൽ ആർമി മെഹുൽ ഷോക്കായത്? ഇത് അതേ ലൊക്കേഷനാണ്. മാർക്കോ മോഷണത്തിനായി പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ. അതായത് ഇവർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു മാർക്കോയുടെ പ്ലാൻ എന്തായിരിക്കുമെന്ന്. അത് ഫെയിൽ ചെയ്യുവാനുള്ള പ്ലാൻ ഇവിടെയാണ് നടന്നത്. പക്ഷേ എന്തിന് ഇത് ചെയ്തത്? ഡ്രാക്കോ നെക്സസ് ആയിരിക്കുമോ? മെഹുൽ സർ, ഈ റിങ് നോക്കൂ, ഇതിൽ ഡ്രാക്കോ നെക്സസിന്റെ ലോഗോയുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിന് പിന്നിൽ ഡ്രാക്കോ നെക്സസ് ആണ്. ഇതാ മറ്റു ചില ഡോക്യുമെന്റുകൾ. എന്താണ് ഈ എൻക്രിപ്റ്റഡ് ഡോക്യുമെന്റിൽ? ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? ആദി, നിനക്കിത് ഡീക്രിപ്റ്റ് ചെയ്യുവാൻ സാധിക്കുമോ? അതെനിക്ക് അയക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ ലിയാനയോടൊപ്പം ചേർന്ന് അത് ഡീക്രിപ്റ്റ് ചെയ്യാം. ആദി, ലിയാന, ഇതൊരു പിക്ചറാണ്. ഇത് ഡീക്രിപ്റ്റ് ചെയ്യണം. ഇത് എവിടെയുള്ള ചിത്രമാണ്? ഇത് ഏതോ ഐലൻഡാണ്. ഈ മാപ്പ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലാണ്. ഈ ഐലൻഡ് ബംഗ്ലാദേശിന് അടുത്താണ്. ഞാൻ ഐലൻഡിന്റെ ലൊക്കേഷൻ അയക്കാം. വാവ് ലിയാന, ഇതിന്റെ പേരിൽ ഒരു കോഫി ആയാലോ? ആദി, അതൊക്കെ മിഷൻ സോൾവ് ആയി കഴിഞ്ഞിട്ട് ചിന്തിക്കാം. മെഹുൽ സർ, ഈ ലൊക്കേഷൻ ബംഗ്ലാദേശിനടുത്തുള്ള ഒരു ഐലൻഡിന്റേതാണ്. ഓക്കെ, ഞാൻ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അസ്ലത്തിനെയും അറിയിച്ചിട്ടുണ്ട് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ. ഇവന് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഇവന് ഓക്സിജൻ മാസ്ക് കൊടുക്കൂ. വി നീഡ് ടു മൂവ് ഫാസ്റ്റ്. ഇവനെ പെട്ടെന്ന് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ജാക്ക്, എങ്ങനെയുണ്ട്? നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. സർ, നിങ്ങളെ മിഷനിൽ നന്നായി മിസ്സാകുന്നു. ഗെറ്റ് വെൽ സൂൺ. ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരും. നിങ്ങൾ രണ്ടുപേരെയും ഈ കേസ് സോൾവ് ചെയ്യാൻ സഹായിക്കേണ്ടതുണ്ട്. ഈ സ്ഥലം നല്ല ശാന്തമായി തോന്നുന്നല്ലോ. ഇവിടെ എന്താവും സംഭവിച്ചത്? ഇവിടെ എന്തോ വലിയ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആരൊക്കെ തമ്മിൽ? ഗൺ പൗഡറിന്റെ ബോക്സും തുറന്നിരിക്കുന്നു. അതിനർത്ഥം മറ്റെന്തോ ആണ്. ഡിറ്റക്റ്റീവ് മെഹുൽ, ഇവിടെ വലിയ എന്തോ കുഴപ്പം നടന്നിരിക്കുന്നു. നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട്. ആരോ ഗൺ പൗഡറുമായി കടന്നു കളഞ്ഞിരിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. ആരോ ഗൺ പൗഡർ മോഷ്ടിച്ചിരിക്കുന്നു. പക്ഷെ ആര്? ഇതിന്റെ പിന്നിൽ ബിഗ് ഡാഡി ആയിരിക്കുമോ? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അസ്ലം, നീ അവിടെയെല്ലാം ചെക്ക് ചെയ്യ്. എന്ത് കിട്ടിയാലും അതിന്റെ ഡീറ്റെയിൽസ് അയക്ക്. ഈ മിസ്റ്ററി സോൾവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മെഹന്തി, ഒരു സ്പെഷ്യൽ മിഷൻ ഉണ്ട്. ന്യൂയോർക്കിലെ ഒരു സീക്രട്ട് വെയർ ഹൗസിൽ ഹിഡൻ ഗോൾഡ് ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു ഫേക്ക് റോബറി പ്ലാൻ ചെയ്യുന്നു. ശരി ബോസ്. ഈ ഗോൾഡ് എല്ലാം ഇങ്ങോട്ട് തന്നേക്ക്. ഗോൾഡോ? നിനക്ക് എങ്ങനെ അറിയാം ഇവിടെ ഗോൾഡ് ഉണ്ടെന്ന്? തീർത്തേക്കും എല്ലാത്തിനെയും. മാർക്കോയുടെ സ്പൈഡേഴ്സ് അറ്റാക്കേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്നു. അവരെ എല്ലാവരെയും കൊല്ലുന്നു. മെഹന്തി ഷേഖ്, നിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. മെഹന്തി ഷേഖ്, മാർക്കോയെ കളിപ്പിക്കാമെന്ന് നീ കരുതിയോ? മാർക്കോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യുവാനുള്ള സമയം കഴിഞ്ഞു മെഹന്തി. നീ എന്നെ ചതിച്ചു. പ്ലീസ് മാർക്കോ, എന്നെ വെറുതെ വിടൂ. ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാർക്കോ മെഹന്തിയെ കൊന്നുകളഞ്ഞു. പക്ഷേ അവന്റെ അടുത്ത മിഷൻ സക്സസ് ആയിരിക്കുമോ? അവിടെ അപരിചിതനായ ഒരാൾ ഡ്രഗ്സിനെ അടിക്കുകയാണ്. നീ എത്ര ശ്രമിച്ചാലും ഈ ചങ്ങല പൊട്ടില്ല. നിൽക്ക്, നീ ആരാണ്? നീ മൈക്കിളാണോ?
അതെ, ഞാൻ മൈക്കിളാണ്. ലൂക്ക, വെൽക്കം ബാക്ക്. മൈക്കിൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കുക? എന്ത് ചെയ്യും മാർക്കോ? എന്ത് ചെയ്യും ഡിറ്റക്റ്റീവ്സ്? റെഗുലർ അപ്ഡേറ്റ്സിനായി വാട്സാപ്പിൽ ഡിറ്റക്റ്റീവ് IQ ക്ലബിൽ ജോയിൻ ചെയ്യൂ. താങ്ക് യു.